കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചു. നമ്മളെ കൊലോസ്യ ലേഖനം ഇന്നലെ 3-ാം അധ്യായം 9-ാം വാക്യം പഠിച്ചു. ഇന്നിപ്പോൾ നമ്മൾ 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇവിടെ ദൈവമക്കളെ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളയുവാൻ, ഹല്ലേലൂയ, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം ജീവിക്കുവാൻ ജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ആമേൻ വിശുദ്ധിയിൽ വളരുക എന്നുള്ള ആമേൻ ആഹ്വാനത്തോടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളെ ഈ ആഹ്വാനം അവർക്ക് നൽകിക്കൊടുക്കുമ്പോൾ, ഇന്ന് ഞാനും നിങ്ങളും തിരുവചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കും ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. എന്ത്? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപത്തിന് അനുസരിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്ന് വെച്ചാൽ നമ്മുടെ സൃഷ്ടിതാവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ ആമേൻ സ്വരൂപത്താലാണ് എന്നെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാകും. പഴയത് കഴിഞ്ഞുപോയി, പഴയതിനെ ഉപേക്ഷിക്കണം. ഇതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം. പഴയ സ്വഭാവത്തെ ക്രിസ്തുവിലായിട്ട് നമ്മുടെ പഴയ സ്വഭാവവുമായിട്ട് നടന്നാൽ നമുക്കൊരിക്കലും സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും ദുഷ്ടനായവൻ നമ്മുടെ ജീവിതത്തെ തകിടം മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ മുഴുവലത്തോടെ പ്രവർത്തിക്കുക. അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമ്മെ, ഹല്ലേലൂയ, തന്റെ പ്രതിമ പ്രകാരം. നമുക്കറിയാം, പ്രതിമ ഉണ്ടാക്കി വെക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അത് മഹാത്മാഗാന്ധിയാണോ? ഹല്ലേലൂയ. ആണോ എന്ന് ചോദിച്ചാൽ തന്റെ പ്രതിമയാ. കാണുന്നവർ പറയും അത് മഹാത്മാഗാന്ധിയാന്ന് പറയും, അല്ലേ? അതുപോലെ തന്നെ എത്രയോ പേരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ അതിന് വേറെ ഏതെങ്കിലും പേര് പറയുമോ? ഗാന്ധിജിയുടെ പ്രതിമ കണ്ടാൽ അത് ഗാന്ധിജി തന്നെയെന്ന് പറയത്തുള്ളൂ, അല്ലാതെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുമോ ആരെങ്കിലും? ദൈവമക്കളെ, ക്രിസ്തു തന്റെ പ്രതിമ പ്രകാരം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചുവെങ്കിൽ, തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചുവെങ്കിൽ നാം അവന്റെ പ്രതിമയാണ്. നമ്മെ കാണുന്നവർ പറയും ദൈവമക്കളെന്ന്. സ്തോത്രം. നമ്മളെ കണ്ടിട്ട് ആരും പറയരുത് പിശാചിന്റെ മക്കളാണെന്ന്. നാം ദൈവമക്കൾ എന്ന് പറയുവാൻ ഇടയാകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വേദഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സത്യത്തിന്റെ ഫലമായ നീതിയിലും ഇന്നലെ നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. നമ്മുടെ നാവിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്തേണ്ടത്. നമ്മൾ ഇവിടെ പഴയ മനുഷ്യന്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. ഇവിടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു, വ്യാജം പറയരുത്, അതൊരു ദുഷ്ടന്റെ സ്വഭാവമാണെന്ന് പഠിച്ചു. 8-ാം വാക്യത്തിൽ പറയുന്നു, കോപവും ക്രോധവും പകയും പരദൂഷണവും അസഭ്യ സംസാരവും ഇതൊക്കെ ഹല്ലേലൂയ ദുഷ്ടന്റെ സ്വഭാവങ്ങളാണ്. മാത്രമല്ല 5-ാം വാക്യത്തിൽ പറയുന്നു, ദുർനടപ്പ്, അശുദ്ധി, ദുരാഗ്രഹം, കാമം, വിഗ്രഹാരാധന, അത്യാഗ്രഹം. ഹല്ലേലൂയ. ഇതെല്ലാം ഹല്ലേലൂയ ദുഷ്ടന്റെ സ്വഭാവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം വിട്ടിട്ട് ഒരു പുതിയ മനുഷ്യനെ പ്രാപിച്ചെടുക്കണം നമ്മൾ സത്യത്തിന്റെ ഫലമായി. അപ്പോ ദൈവത്തിന്റെ സ്വഭാവം എന്താ? സത്യമാണ്. നമ്മൾ അതൊക്കെ ചിന്തിച്ചിന്നലെ.
ദൈവം സത്യമാണ്, അവൻ നീതിയാണ്. ഹല്ലേലൂയ. നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപപ്രവേശനത്തിന് മുൻപ് മനുഷ്യൻ ഹല്ലേലൂയ ഏത് വിധമായാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് ഈ 2 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. മനുഷ്യൻ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. 10-ാം വാക്യം അത് എഫേസ്യരിൽ നമ്മൾ വായിച്ചു. കൊലോസ്യരിൽ പറയുന്നു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപത്തിനനുസരിച്ച് ഹല്ലേലൂയ നമ്മെ ആമേൻ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആമേൻ സ്വഭാവത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചു. ആ ഏദൻ തോട്ടത്തിൽ പാപം പ്രവേശിച്ച് പിശാചിനാൽ പിടിക്കപ്പെട്ട് ഹല്ലേലൂയ പാപത്തിന് അടിമയായി തീർന്നപ്പോഴാണ് ആ സ്വഭാവത്തിന് അവിടെ വ്യത്യാസം വരുവാനിടയായത്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ സൃഷ്ടാവിന്റെ കുഴപ്പമല്ല, സൃഷ്ടിക്കപ്പെട്ട നിലയ്ക്കൊരു കുഴപ്പവുമില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നാം ഏത് വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ പരിജ്ഞാനം ഇവിടെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുക, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കണം. നമുക്കൊരു പുതുക്കം വന്ന് അതിനുള്ള പരിജ്ഞാനം വേണം. നമ്മുടെ പഴയ സ്വഭാവത്തെ മാറുവാൻ നമുക്ക് തന്നെത്താനെ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആത്മാവിനെ ധരിച്ചിട്ട് ദൈവകൃപയിൽ ജീവിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മിലൊരു സ്വഭാവ രൂപവൽക്കരണം ഉണ്ടാകുവാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ആമേൻ പ്രായോഗിക ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഹല്ലേലൂയ ലോകത്തിന്റെ സ്വഭാവങ്ങൾ നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നകറ്റുവാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് സ്വർഗം നമ്മെ തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിനോട് അനുരൂപമാകണം. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഹല്ലേലൂയ, ആമേൻ. അവൻ നമ്മെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നാം ക്രിസ്തുവിന്റെ പ്രതിമയാണ്. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നത് മൂലം നമ്മിൽ ഉണ്ടാകുന്ന ആമേൻ ഉന്നതമായ ആത്മീയ അനുഭവമാണ് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാ. ക്രിസ്തുവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ, അവനെ പോലെയായി തീരുവാൻ ഹല്ലേലൂയ നാം നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപമായി ഹല്ലേലൂയ ആമേൻ അവന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കുവാൻ നാം എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1-2 വേദഭാഗം വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ഞാൻ വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു. ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് എന്ന പോലെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതേ സദൃശ്യമായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രിസ്തുവിലായി കഴിയുമ്പോൾ മൂടുപടം മാറുകയാണ്. നമ്മുടെ പഴയ സ്വഭാവം മാറുകയാ. ആമേൻ. ഞാന് ഹിന്ദി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, കുളിച്ചിട്ട് വസ്ത്രം ആരെങ്കിലും മാറാതിരിക്കുമോ? വിയർപ്പ് ആമേൻ സഹിച്ച്, വിയർപ്പ് നാറ്റം സഹിച്ച് എത്ര നാള് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കും? നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പുതുവസ്ത്രം, പുറത്തു പോകുമ്പോൾ മറ്റൊരു വസ്ത്രം, കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു വസ്ത്രം, ആമേൻ ചർച്ചിൽ പോകുമ്പോൾ മറ്റൊരു വസ്ത്രം, അല്ലെ? എല്ലാത്തിനും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പറയുക, നമ്മൾ ഈ മൂടുപടം, നമ്മുടെ പുറമേ ഉള്ള വസ്ത്രം മാറിയിട്ട് നമ്മൾ അലക്കി വെളുപ്പിച്ച
വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നത് പോലെ ശരീരത്തിന് ശുദ്ധി കൊടുത്തിട്ട് വീണ്ടും അതിന് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നത് പോലെ ആന്തരിക ശുദ്ധി പ്രാപിച്ചെടുത്ത് പുതുമനുഷ്യനെ ധരിക്കണം. പഴയ സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അസൂയയും പിണക്കവും അസഭ്യ സംസാരങ്ങളും, ഹല്ലേലൂയ, കോപവും ക്രോധവും ദുർനടപ്പും അശുദ്ധിയും വ്യഭിചാര സ്വഭാവങ്ങളും എന്ന് വേണ്ട ഭൂമിയിൽ ഹല്ലേലൂയ ചെയ്യാവുന്ന, ആമേൻ, നമ്മെ കൊണ്ട് പിശാചി ചെയ്യിക്കാവുന്ന സകല കൊള്ളരുതാഴികളും ചെയ്യിച്ചിട്ടും ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി വന്നു. യേശു ക്രിസ്തുവിനാൽ അവന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവരായി ഹല്ലേലൂയ ഈ ക്രിസ്തു സ്നേഹത്തിലേക്ക് കടന്നു വരുവാനിടയാക്കിയെങ്കിൽ ഇന്ന് ആത്മാവ് നമ്മോട് വിളിച്ചു പറയുക, പ്രിയപ്പെട്ടവരെ, നാം അവനെ ധരിക്കണം, അവന്റെ പ്രതിമയാകണം. ഹല്ലേലൂയ. മഹാത്മാഗാന്ധി ഹല്ലേലൂയ ജീവിച്ചിരുന്നപ്പോൾ താൻ ചർക്കയിൽ വസ്ത്രങ്ങൾ തുന്നമായിരുന്നു. അതേ ലെവലിൽ പ്രതിമ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഹല്ലേലൂയ. അത് വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇതേപോലെ ഹല്ലേലൂയ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാനിടയാകണം. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം നിയന്ത്രണം പാലിച്ച് ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ, ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ഈ ലോകത്തിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ അല്ല, മറിച്ച് സ്വർഗീയ പരിജ്ഞാനം പ്രാപിച്ചെടുത്ത് ഹല്ലേലൂയ സ്വർഗസ്ഥലത്തേക്കുള്ള പ്രവേശനം നാം ഉറപ്പിക്കണം ദൈവമക്കളെ. അതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മള് കൊരിന്ത്യ ലേഖനം തന്നെ ഇതിന്റെ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം കൂടെ വായിക്കാം. അതിന്റെ അകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നെ അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇതാരാണ് ചെയ്തത്? ദൈവമാണ് ചെയ്തത്. ഇരുട്ടിനെ മാറ്റി വെളിച്ചമായി, അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു കാണാൻ കഴിയും. ഇരുട്ടിനെ മാറ്റി വെളിച്ചമുണ്ടാക്കി. താൻ ഒറ്റ വാക്കിനാൽ കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവാത്മാവ് പറയുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. വലിയ ആഴമേറിയ സത്യങ്ങളാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ വിളിച്ചറിയിക്കുന്നത്. ഇരുട്ടു മാറട്ടെ എന്ന് പറഞ്ഞ് ഇരുട്ടിനെ മാറ്റിയവന്റെ പുത്രനായ ക്രിസ്തു ഞങ്ങളുടെ മുഖത്തെ ഹല്ലേലൂയ പഴയ മനുഷ്യനെ, അതായത് ഞങ്ങളുടെ പഴയ സ്വഭാവത്തെ മാറ്റി ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം, ആ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തന്നു എങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇന്ന് പ്രകാശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് അനുരൂപരാകണമെങ്കിൽ, ക്രിസ്തുവിന്റെ പ്രതിരൂപമാകണമെങ്കിൽ, ക്രിസ്തുവിനെ പോലൊരു പ്രതിമയായി മാറണമെങ്കിൽ, ക്രിസ്തുവിനെ കണ്ടാൽ നമ്മെ കണ്ടാൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിക്കണം. നമ്മൾ പുതുക്കം പ്രാപിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പുതുക്കാനുഭവത്തിലേക്ക് വരുവാൻ കഴിയാതെ വണ്ണം പിശാച് നമ്മളെ ഇരുട്ടിന്റെ അന്ധതമസിലിട്ട് ഞെരുക്കിക്കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ആമേൻ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ആമേൻ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം, അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ആമേൻ. അതുകൊണ്ട് വെളിച്ചപ്പാടത്തി സ്ത്രീ പറഞ്ഞത്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഹല്ലേലൂയ. നാം വഴിയെ പോകുമ്പോൾ നമ്മെ കാണുന്നവർ എന്തു പറയും? നാം ദൈവത്തിന്റെ ദാസിമാരോ ദൈവത്തിന്റെ ദാസന്മാരോ? നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുമോ ആരെങ്കിലും? ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ പഴയ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് നമ്മുടെ പഴയ മനുഷ്യനെ അതിന്റെ പ്രവർത്തികളോടുകൂടി ഉരിയണം. പഴയ മനുഷ്യനെ ഉരിയുക, പഴയ സ്വഭാവങ്ങളെ
പഴയ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനിടയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാട്ടെ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. സ്തോത്രം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ, ഹല്ലേലൂയ, നിത്യജീവനാകുന്നു. ദൈവത്തെ അറിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയും. യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ ദൈവത്തെ അറിയും. അതുകൊണ്ട് ഈ ഒരറിവ്, അതാണ് പരിജ്ഞാനം, ഈ ഒരറിവ് നമ്മളിൽ ഉണ്ടാകണം. അതാണ് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു തന്നു. അപ്പൊ ഹൃദയത്തിൽ ഹല്ലേലൂയ ദൈവം ആരെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ഒരു ജ്ഞാനം നമ്മൾ പ്രാപിച്ചെടുക്കണം. വായിക്കാം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം സത്യമായി പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്ക് അറിയാം. ഹല്ലേലൂയ. 3 മുതൽ 5 വരെ കൃത്യമായിട്ട് നിർത്തി നല്ലതായിട്ട് വായിച്ചേ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, എന്നിട്ട് പുതുക്കം പ്രാപിക്കണമെന്നാ. ഇപ്പൊ നമ്മൾ ആരോ ദൈവമക്കളല്ലേ, ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. അങ്ങനെയെങ്കിൽ അവനെ അറിഞ്ഞവരായ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്? അവൻ ഇരിക്കുന്നത് പോലെ, അവൻ ജീവിക്കുന്നത് പോലെ, അവൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം നയിക്കണം. നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ഈ തിരുവചന പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്? ദൈവവചനം പറയുന്നത് ഇങ്ങനെയാ, നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയാം. ഏതിനാൽ? അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരുന്നാൽ ഹല്ലേലൂയ ആ വ്യക്തി കള്ളനാകുന്നെന്ന് വചനം പറയുന്നുണ്ട്. ദൈവത്തെ അറിയുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഹല്ലേലൂയ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പ്രമാണത്തിനനുസരിച്ച് ജീവിക്കാതെ, തിരുവചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാതെ നാം മുന്നോട്ട് പോയാൽ ദൈവാത്മാവ് പറയുകയാണ് നാം കള്ളത്തരം കാണിക്കുകയാണ്, മനുഷ്യരെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, മനുഷ്യരെ പറ്റിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടിയത്. ദൈവഹിത പ്രകാരം വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടിയത്. ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ടവരെ, ശത്രുവായവൻ നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടിയുടെ നാൾ മുതൽ സൃഷ്ടിച്ചവൻ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയെങ്കിൽ ദൈവവചനം പറയുന്നു, അവനോട് അനുരൂപപ്പെടുവാൻ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ നാം അവനെ ആദ്യമേ അറിയണം. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിയുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ തിരുവചനത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ കർത്താവിനെ അറിഞ്ഞിട്ടുള്ളൂ. അഥവാ കർത്താവിനെ വേണ്ടവണ്ണം അറിഞ്ഞവർ മാത്രമേ തിരുവചനത്തിന് അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ കള്ളന്മാരാന്നാ. അതുകൊണ്ട് ചിന്തിച്ചോ, നമ്മുടെ നടുവിൽ ജീവിക്കുന്ന നാമും
നമ്മുടെ നടുവിൽ ജീവിക്കുന്ന മറ്റുള്ളവരും ഈ വചനത്തിന്റെ വ്യവസ്ഥയിലാണോ ജീവിക്കുന്നത്? വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുതേ എന്നാണ്. വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ആമേൻ നാം വ്യതിചലിച്ചാൽ നാം ആമേൻ യേശു ക്രിസ്തുവിന്റെ നാമത്തെ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയാണ് നാം. അവനെ അവിശ്വസ്തരായി അവനെ നാം ഹല്ലേലൂയ വിശ്വസ്തനായി കാണുന്നില്ല. അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് അനുസരിക്കാതെ ജീവിക്കുമ്പോൾ നാമെ കള്ളരെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം സത്യമായും ഉണ്ട്. ആരെങ്കിലും അവന്റെ വചനം അനുസരിക്കാതിരുന്നാൽ അവൻ കള്ളനാകുന്നു. എന്നാൽ ആരെങ്കിലും ഈ തിരുവചനം അതിന് പ്രകാരം അനുസരിച്ചാൽ അവനിൽ ദൈവസ്നേഹമുണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ദൈവസ്നേഹം വരണമെങ്കിൽ ഈ ദൈവം ആരെന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, ജീവിതത്തിന്റെ അനുനിമിഷം നാം നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. ജനിച്ചു വീണ ഒരു കൊച്ചിനോട് പെട്ടെന്ന് എഴുന്നേറ്റ് 2 ദിവസം കൊണ്ട് നടന്നോളാൻ പറഞ്ഞാൽ നടക്കത്തില്ല. 4 ദിവസം കൊണ്ട് നടന്നോളാൻ പറഞ്ഞാൽ പറ്റത്തില്ല. 6 മാസം കൊണ്ട് നടക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. പണ്ടുള്ള ആമേൻ ആൾക്കാർ പറയും 8-ാം മാസം 8 അടി വെക്കുവെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ കൊച്ചുങ്ങള് 10 മാസം പോയിട്ട് 1.5 വയസ്സ് കഴിഞ്ഞാലും ഹല്ലേലൂയ നടക്കാൻ താമസമാ. ഇതുപോലെ ഇന്നത്തെ വിശ്വാസികളും വർഷത്തിന്റെ പഴക്കമുണ്ട് വിശ്വാസത്തിൽ, പക്ഷെ അവർ ആത്മീയത്തിൽ നടക്കുന്നില്ല. ഈ തിരുവചന സത്യം ഇന്ന് ദൈവാത്മാവ് നമ്മോട് പറയുമ്പോൾ നാം ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ഈ ദൈവം ആരെന്നും ദൈവത്തിന്റെ മഹത്വം എന്തെന്നും അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ പ്രായോഗിക ക്രിസ്തീയ ജീവിതം ആമേൻ നാം നയിക്കപ്പെടുവാൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകേണ്ടതിന് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. പഴയ സ്വഭാവവും ഹല്ലേലൂയ പുതിയ സ്വഭാവവുമായിട്ട് ഒരുമിച്ച് പോകത്തില്ല. പഴയ തുണിക്കണ്ടത്തിൽ ആരെങ്കിലും പുതിയത് വെച്ച് തയ്ക്കുമോ? പുതിയതിൻ്റെ അകത്ത് ആരെങ്കിലും പഴയത് വെച്ച് തയ്ക്കുമോ? ഞാൻ തയ്ക്കുന്ന ആളാ. ഞാൻ ഇങ്ങനെ ലൈനിങ് ഒക്കെ പഴയതെടുത്ത് വലിയ വിലയില്ലാത്ത സാധാരണ ഉടുപ്പുകൾക്കൊക്കെ വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പഴയ ലൈനിങ് അങ്ങ് കീറിപ്പോവും. കാരണം പുതിയ തുണിയാണ് മുകളിൽ ഉള്ളത്, അകത്ത് പഴയതാണ്, പഴയത് കീറിപ്പോവും. അതുകൊണ്ടാണ് ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത് ആരും പുതിയ ആമേൻ ഒരു തുണിയിൽ പഴയ കണ്ടം വെച്ച് പിടിപ്പിക്കാറില്ല. ഹല്ലേലൂയ ആമേൻ. വീഞ്ഞിന്റെ കാര്യവും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ സ്വഭാവവുമായിട്ട് നമുക്ക് നടന്നാൽ അവൻ ക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റില്ല. അവൻ സൃഷ്ടിച്ചതും വീണ്ടും ജനനം പ്രാപിച്ചപ്പോഴും നാം ക്രിസ്തുവിനെ അനുരൂപപ്പെട്ട് ജീവിക്കുവാനാണ്. അവനിൽ നകന്നു പോയപ്പോൾ അവന്റെ ഇഷ്ടത്തോട് അനുരൂപമാകുവാൻ അവൻ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ പരിജ്ഞാനം പൂർത്തി പ്രാപിച്ച് ദൈവമാരെന്ന് മനസ്സിലാക്കി സൃഷ്ടതാവിന്റെ ഹല്ലേലൂയ ആമേൻ ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇരുട്ടിന്റെ പ്രവർത്തികളെ ഉരിഞ്ഞു കളഞ്ഞിട്ട്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് വെളിച്ചത്തിൽ നടക്കുന്നവരായി മാറുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഹല്ലേലൂയ. അതിന്റെ 1-ാം അധ്യായം 27-ാമത്തെ വേദഭാഗം വായിക്കാം. അതിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ച കാര്യമാ? എന്നെയും നിങ്ങളെയും അവൻ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമാ. ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്? ദൈവം തന്റെ സ്വരൂപത്തിലാണ്. ഹല്ലേലൂയ. നാം ഇന്ന് ഹല്ലേലൂയ നാം ആരുടെ സ്വരൂപത്തിലാ? ദൈവത്തിന്റെ സ്വരൂപത്തിലാ. അങ്ങനെയെങ്കിൽ ചില മക്കളെ അമ്മമാരെ കണ്ട, എന്റെ മോളെ കണ്ടാൽ എല്ലാരും പറയും ഇത് അമ്മമോളാന്ന് പറയും. മോനെ കണ്ടാ പറയുന്നു ഇത് അപ്പമ്മോനാന്ന് പറയും. മോൾ എന്റെ ഷേപ്പും മോൻ പപ്പായുടെ ഷേപ്പുമാ. അപ്പോ കാണുന്നവരിൽ പെട്ടെന്ന് പറയും ഇത് അമ്മമോളാ. കാണുന്നവര് ഞാൻ മോള് യുകെയിലായിരിക്കുന്ന അവിടുത്തെ മദാമയായിട്ട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മദാമ കണ്ട ഉടനെ പറയാണ്, ആ നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന നിന്റെ മോളോട് പറഞ്ഞു നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന നിന്റെ മമ്മി. അവര് ഇങ്ങനെ മൊബൈലിൽ കൂടി ഒന്ന് കണ്ടതേ ഉള്ളൂ. സ്തോത്രം. അതാണ് ഹല്ലേലൂയ നമ്മളുടെ ഛായ. ഇതേപോലെ ലോകം പറയണം, അയ്യോ ഇത് ദൈവത്തിന്റെ സൃഷ്ടി, ദൈവം എന്നെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ
ലോക മനുഷ്യൻ നമ്മെ നോക്കുമ്പോൾ നമ്മെ ഇത് യഥാർത്ഥത്തിൽ ദൈവ പൈതൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുറമേയുള്ള സ്വഭാവം പോരാ. അകത്തെ മനുഷ്യനെ, അതിന്റെ ദുഷ്ടപ്രവർത്തികളെ, ഹല്ലേലൂയ, പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് ആമേൻ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുവാൻ പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. പുതിയ മനുഷ്യൻ. ഇത് പകൽക്കാലം ദൈവം ആരെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമോ. എന്നെ നിങ്ങളെ തന്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചെങ്കിൽ, തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യന്റെ ഹല്ലേലൂയ സാൻമാർഗികമായ കഴിവിനെയും ഗുണദോഷ വിവേചനങ്ങളെയും ഹല്ലേലൂയ ഹല്ലേലൂയ സൃഷ്ടാവിനോട് സംസർഗം പുലർത്തുവാനുള്ള ആമേൻ കഴിവിനെയുമാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തന്റെ സദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കുവാൻ നമ്മിൽ കൂടി താൻ പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം തന്നിൽ പാപമില്ല, തന്നിൽ അസൂയയില്ല, തന്നിൽ പിണക്കമില്ല, തന്നിൽ ഇരുട്ടൊട്ടുമില്ല. താൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, താൻ വഴിയും സത്യവും ജീവനുമായിരുന്നു. അവന് പിന്നാലെ ആരെങ്കിലും ഒക്കെ യാത്ര ചെയ്താൽ അവൻ ഇരിക്കുന്നിടത്ത് എത്തും. ഇന്ന് നമ്മുടെ പിന്നാലെ പോരാൻ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും എന്നെ മാതൃകയാക്കിക്കോളാൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും വേറെ പണി പോയി നോക്കാൻ പറയും. ഈ സ്വഭാവം ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയും, ഇല്ലേ? സ്തോത്രം. നമ്മൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ജയിച്ചു തന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കണം. ലോകത്തിൽ അനുഗമിക്കാൻ ഒറ്റ ആളെ പറഞ്ഞിട്ടുള്ളൂ, എന്നെ അനുഗമിച്ചു. ഞാൻ ജീവനാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു. വേറെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ അനേക പ്രസിദ്ധരായിട്ടുള്ള ആമേൻ അനേക ചരിത്രകാരന്മാർ ആമേൻ ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രത്തിലും പറഞ്ഞിട്ടില്ല ആമേൻ സ്വയമായി എഴുന്നേറ്റ് തന്നെ കുറിച്ച് സാക്ഷിപ്പാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ വഴിയും ഞാൻ സത്യവും ഞാൻ ജീവനുമാകുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ നമുക്കും പറയാൻ കഴിയും, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സത്യത്തിൽ നടക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സൃഷ്ടാവിനോട് സംസർഗം പുലർത്തുന്നവരായി മാറണമെന്നുണ്ടെങ്കിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അതിന്റെ പ്രവർത്തികളോടെ പഴയ മനുഷ്യനെ വെള്ളത്തിൽ കൊണ്ട് മുങ്ങി കയറിയിട്ട് കാര്യമില്ല, സ്നാനപ്പെട്ടത് കൊണ്ട് കാര്യമായില്ല. പഴയ മനുഷ്യനെ അതോടുകൂടി അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതു മനുഷ്യനെ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. പാപം ഹല്ലേലൂയ നമ്മിൽ ഹല്ലേലൂയ കടക്കുവാൻ നാം അനുവദിക്കരുത്. പാപ പങ്കുലമായ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് പാപം പ്രവേശിച്ചതിനെ തുടർന്ന് ആമേൻ മനുഷ്യന്റെ സ്വഭാവത്തിന് കോട്ടം തട്ടുവാൻ ഇടയായി. മനുഷ്യൻ പാപിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി. വീണ്ടും ഹല്ലേലൂയ കർത്താവ് അവനെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വീണ്ടും ജനനത്തിലൂടെ ആമേൻ തന്റെ സൃഷ്ടിയെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ തന്റെ ഓമനകുമാരനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി പരമയാഗമായി തീരേണ്ടതിന് ഏൽപ്പിച്ചു തന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം പുതിയ സൃഷ്ടികൾ ആയി തീരുമ്പോൾ എങ്ങനെ പുതിയ സൃഷ്ടിയാകും? വീണ്ടും ജനനത്തിലൂടെ യേശു കർത്താവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് വീണ്ടും ജനനമാകുന്ന ഹല്ലേലൂയ ആ മാനസാന്തരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മനസ്സിന് വരുന്ന അന്തരമാണ്, മനസ്സിന് വരുന്ന മാറ്റമാണ് മാനസാന്തരം എന്ന് വെച്ചാൽ പഴയ സ്വഭാവത്തെ മാറ്റിയിട്ട് പുതിയതിനെ പ്രാപിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ആക്കിയെടുക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വീണ്ടും ജനനത്തിനാൽ നാം പുതിയ സൃഷ്ടികളായി തീരുമ്പോൾ ഒടുവിലത്തെ ആദാമാകുന്ന ക്രിസ്തുവിന്റെ ആ പ്രകൃതി നമ്മിൽ ഉരുവാകുകയാണ്. നാം ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇതാണ് 2 കൊരിന്ത്യ ലേഖനം 4:16 എഫേസ്യർ 3:16 നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, അകത്തെ മനുഷ്യൻ. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാലേ ഒന്നുകൂടെ വായിച്ചതാണെങ്കിലും ഒന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട്
ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു, അഥവാ പുതുക്കം പ്രാപിക്കുന്നു. പുറമേ ഉള്ളതിനെ ക്ഷയിപ്പിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, പുറമേ ഉള്ളതിനെ ക്ഷയിപ്പിച്ചിട്ട് അകമേ ഉള്ളത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് തക്കവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് കൃപ നൽകട്ടെ. ഈ കൃപ പ്രാപിച്ചെടുത്തെങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടത്തുള്ളൂ. അതുകൊണ്ട് പഴയ മനുഷ്യനെ അതിന്റെ പ്രവർത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കും, ചൈതന്യം പ്രാപിക്കും. ഒരു പുതിയ മനുഷ്യൻ നവചൈതന്യം പ്രാപിച്ച് ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അനുദിനം വളർന്നുകൊണ്ടിരിക്കും. സുവിശേഷം 11-ാം അധ്യായം എന്റെ 19-ാമത്തെ വേദഭാഗം. ഹല്ലേലൂയ. സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി 36-ാം വാക്യം വായിച്ചേ. ആകയാൽ യഹൂദന്മാർ കണ്ട് അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കണ്ണുനീർ വാർത്ത ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പം യേശു കർത്താവ് ഇവിടെ മാർത്തയെയും മറിയയെയും ബഥാന്യ എന്ന ഗ്രാമത്തിൽ കടന്നു ചെന്നിട്ട് ആ തന്റെ സഹോദരന്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന സഹോദരിമാരെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന യേശു കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു, നാറ്റം വെച്ചു, ഇനിയും വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തെ യേശു കർത്താവ് അവിടെ കടന്നു വന്നു. അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. എന്നാൽ യേശു വരുന്നു എന്ന് മാർത്ത കേട്ടപ്പോൾ അവരെ എതിരേൽക്കാനൊക്കെ ചെന്ന് നമുക്ക് ആ ഭാഗം എല്ലാം അറിയാം. ആമേൻ. അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസമാണ്. എന്നാൽ അവൾ പറയുകയാണ്, ഹല്ലേലൂയ, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോഴും 22-ാം വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, മാർത്ത പറയുക, നീ ഇപ്പോഴും ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അവരുടെ വിശ്വാസമാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. നവ ചൈതന്യം പ്രാപിക്കുന്നതായി മാറണം. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളയുമ്പോൾ പുതിയ അതല്ലേ, കുളിച്ച് ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, ഹല്ലേലൂയ, ഇച്ചിരി സ്മെല്ലൊക്കെ, ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ അല്ലെ ഉന്മേഷമാ, ഒരു ചൈതന്യമാ, അല്ലെ? കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വ്യത്യാസം. പുറമേയുള്ള മനുഷ്യന്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഇതുപോലെ ഹൃദയത്തിന്റെ അഴുക്ക് ചാലുകളെ, അഴുക്ക് സ്വഭാവങ്ങളെ ക്രിസ്തുവിന്റെ രാഗമുഖത്തോടുകൂടി കുഴിച്ചിട്ട് കഴിയുമ്പോൾ അകത്തൊരാനന്ദം ഉണ്ടാകും. ഹല്ലേലൂയ. പുതു മനുഷ്യൻ നമ്മളിൽ, ആമേൻ, ജന്മമെടുക്കും. പുതിയ സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. നവ ചൈതന്യം നമ്മളിൽ ഉണ്ടാകും. നമ്മിൽ ഉരുവാകുന്ന, ഹല്ലേലൂയ, പഴയ പ്രകൃതിയെ, നമ്മിൽ ഉണ്ടായിരുന്ന പഴയ സ്വഭാവത്തെ വിട്ടിട്ട് പുതു സ്വഭാവത്തിന് നാം പ്രാപ്തരായി മാറും. അതുകൊണ്ട് നവചൈതന്യം പ്രാപിച്ച്, ഹല്ലേലൂയ, അനുദിനം ഒരു ദൈവ പൈതൽ വളർന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ആമേൻ, നാം എന്ത് ചെയ്യണം? ആമേൻ, ജഡശരീരത്തെ, ഹല്ലേലൂയ, അതിന്റെ പ്രവർത്തികളെ, ആമേൻ, ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയതിനെ എന്ത് ചെയ്യണം? ധരിക്കണം. ഹല്ലേലൂയ. ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആമേൻ. ദൈവാത്മാവ് പറയുകയാണ്, സ്തോത്രം. അയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നീതിയെ ധരിച്ച്
അതെന്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായമുത്തിരിയവും തലപ്പാവും പോലെയായിരുന്നു. അവൻ ധരിച്ചതെന്താ? നീതിയെ, ന്യായത്തെ. ധരിച്ചതെന്താ? നീതിയെ, ന്യായത്തെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പഴയ സ്വഭാവങ്ങളെ ഹല്ലേലൂയ എന്നേക്കും വെട്ടി മാറ്റിയിട്ട് പഴയ സ്വഭാവത്തെ ഊരി ദൂരെ എറിഞ്ഞിട്ട് നമ്മിൽ നീതിയും വിശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്ന അളവും ഉണ്ടാകുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് മാത്രമല്ല, യെശയ്യാ പ്രവാചന പുസ്തകം 52-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സിയോൻ ഉണർന്ന് ബലവും അലങ്കാര വസ്ത്രവും ധരിക്കട്ടെ. സിയോൻ ആരാണ്? കർത്താവിന്റെ മണവാട്ടിയാണ്. മണവാട്ടി ആരാണ്? നാം ഓരോരുത്തരുമാണ്. ദൈവസഭയാണ് കർത്താവിന്റെ മണവാട്ടി. നാം എന്ത് ചെയ്യണം? ആമേൻ. ഉണർന്നെഴുന്നേൽക്കണം, ബലം ധരിക്കണം. ഹല്ലേലൂയ. അലങ്കാര വസ്ത്രം ധരിക്കണം. എന്താണ് അലങ്കാര വസ്ത്രം? ഹല്ലേലൂയ. കൃപാവരങ്ങൾ. അകത്തെ വേണ്ടാത്ത സ്വഭാവത്തെ വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കുമ്പോൾ, പുതുമനുഷ്യനെ ധരിക്കുമ്പോൾ, നമ്മളുടെ അഴുക്ക് ചാലുകൾ മാറി പുതിയ ചാലിലേക്ക് നാം എത്തും. ദൈവാത്മാവിന്റെ പ്രവാഹം നമ്മളിൽ വരുമ്പോൾ ആമേൻ, നമുക്ക് അലങ്കാര വസ്ത്രം ധരിക്കുവാനിടയാകും. ആത്മാവിന്റെ ഫലങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, കൃപാ വരങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, സിയോൻ ഉണർന്ന് ബലവും ഹല്ലേലൂയ അലങ്കാര വസ്ത്രവും ധരിക്കട്ടെ. മാത്രമല്ല, റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വെളിച്ചത്തിന്റെ ആയുധവർഗം, ഹല്ലേലൂയ, ആമേൻ, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. വെളിച്ചത്തിനൊരു ആയുധവർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആയുധവർഗം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, ദൈവിക സ്വഭാവങ്ങളെ ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ ഇടയാകണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യത്തിൽ പറയുക: സഭയുടെ ഉൽപ്രമാണത്തിൽ വിശുദ്ധന്മാർ അദ്രവത്വത്തെ ധരിക്കും. ദ്രവിച്ചു പോകാത്ത ശരീരം നമുക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. എപ്പോഴാണെന്നറിയാമോ? കർത്താവിന്റെ വരവിങ്കൽ നാം എടുക്കപ്പെടുമ്പോൾ ഈ ശരീരം മാറിയിട്ട് രൂപാന്തരപ്പെടും. ദൈവമക്കളാ കേട്ടോ. ഇന്നത്തെ പകൽക്കാലം ഇതൊക്കെ നമുക്ക് വേണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നാം എന്ത് ചെയ്യണം? അതുകൊണ്ട് എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ, ഹല്ലേലൂയ, ധരിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനത്തോടുകൂടി സകലതും പുതിയതാകുകയാണ്. ആമേൻ. വീണ്ടും ജനനത്തോടുകൂടി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പുതുക്കം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ പുതുതായി ജനിക്കുക. ഒരു ശിശു ജനിച്ചു വീണതുപോലെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ വായിക്കുക. ആമേൻ, പുതിയ ജനനം. രണ്ടാമതായിട്ട് ആമേൻ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, ഹല്ലേലൂയ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യത്തിലും 36-ാം അധ്യായം 26-ാം വാക്യത്തിലും പറയുക: പുതിയ ഹൃദയം അവൻ തരിക. വാക്യം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം 11 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ അവൻ പുതിയ പാട്ട് നമുക്ക് തരും. അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ജീവന്റെ പുതുക്കം. ഹല്ലേലൂയ. ഇതാണ് വീണ്ടും ജനിക്കപ്പെട്ടവരിൽ കാണുന്നത്. എന്താണ്? ഞാൻ പെട്ടെന്ന് പറയാം. വീണ്ടും ജനനം പ്രാപിച്ചവരിൽ ഒരു പുതിയ ജനനം നടക്കും. അവർ പുതിയ സൃഷ്ടിയായി മാറും. 3, പുതിയ ഹൃദയം അവർക്ക് ലഭിക്കും. 4, പുതിയ പാട്ട് അവരുടെ നാവിൽ കിട്ടും. 5, ജീവന്റെ പുതുക്കമുള്ളവരാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമാലേഖനം
ഹല്ലേലൂയ. 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നോടും നിങ്ങളോടും അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ്, പഴയ നിയമഭക്തൻ ആമേൻ നിർമ്മലമായ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നാമും പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ മനസ്സ് പുതുക്കണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയനെ ധരിക്കുവാൻ മനസ്സ് പുതുക്കണം. മാത്രമല്ല എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. പുതിയ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ദൈവമക്കളെ, ദൈവത്തിന്റെ നല്ല ദാനങ്ങൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ലോകപ്രകാരം നാം നോക്കിക്കേ, ഹല്ലേലൂയ, ഈ ദൈവ അനുരൂപമായി ജീവിച്ച് ദൈവഹിതപ്രകാരം വന്നിട്ട് പലരും പിന്മാറിപ്പോയിട്ടുണ്ട്. ഈ പിന്മാറ്റത്തിലേക്ക് പോയവരെ കുറിച്ച് തിരുവചനം എന്താ പറയുന്നതെന്നറിയാമോ? അവരെ ഹല്ലേലൂയ നല്ല ദാനങ്ങൾ ആസ്വദിച്ചതിന് ശേഷം പിന്മാറിപ്പോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതു മനുഷ്യനെ പ്രാപിക്കണം. ഇന്ന് ആരെങ്കിലും ഈ തിരുവചനം കേട്ട് പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്നുവോ? ദൈവാത്മാവ് പറയുകയാണ്, നിന്നിൽ ഒരു പുതുക്കം ഉണ്ടാകട്ടെ. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ലോകം എന്നെ നിങ്ങൾ നോക്കുമ്പോൾ ക്രിസ്തുവിന് ആമേൻ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. പുതു മനുഷ്യനെ ധരിക്കുമ്പോൾ, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അല്ലേ, ഇതെന്നെടുത്തതാ, ഏത് കടയിൽ നിന്ന് എടുത്തതാ, ഈ സാരി എവിടെ നിന്ന് വാങ്ങിച്ചതാ, ഇതിന് എത്ര രൂപയാ? ഇതുപോലെ തന്നെ ദൈവമക്കളെ, നമ്മുടെ പഴയ സ്വഭാവത്തെ, പഴയ മനുഷ്യനെ മാറ്റി കഴിയുമ്പോൾ പുതിയനെ ധരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ആളുകൾ പറയും, അയ്യോ വ്യത്യാസം വന്നല്ലോ, ഇതെങ്ങനെ പ്രാപിക്കുവാൻ കഴിഞ്ഞു, ഇതെങ്ങനെ, എവിടെ നിന്ന്, നമ്മിൽ നിന്ന് ചോദിച്ചിട്ട് അവരും ഇത് പ്രാപിച്ചെടുക്കാൻ ഇടയാകണം ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല ദാനങ്ങൾ ആസ്വദിച്ചവരാണ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്തവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പഴയ സ്വഭാവമായിട്ട് നടക്കുന്നുവെങ്കിൽ അതിനെ ഉരിഞ്ഞു കളയുവാൻ, സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുവാൻ അവനെ കാണുന്നവർ, ക്രിസ്തുവിനെ കാണുന്നവർ, ഹല്ലേലൂയ, നമ്മിൽ ക്രിസ്തുവിനെ കാണണം. നമ്മെ കാണുന്നവർ അവർ ക്രിസ്തുവിനെ കാണണം. ഹല്ലേലൂയ. ആ നിലവാരത്തിൽ നമ്മൾ അവനോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെട്ട സ്വഭാവത്തിന് ഉടമകളായി മാറി നാം ജീവിക്കുവാൻ ഇടയാകണം. രക്ഷിക്കപ്പെട്ട നാളിൽ ജീവിച്ചതുപോലെ അതിലുപരിയായി ഒരു പടി കൂടി ആമേൻ നാം ജീവിക്കണം. നാം രക്ഷിക്കപ്പെട്ട നാളിൽ നിന്ന് എത്രയോ ഭൗതിക നന്മകൾ ദൈവം നമുക്ക് നൽകി. എന്നാൽ പലപ്പോഴും പലതും ആസ്വദിച്ചിട്ടും നാം പിന്മാറി ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന്, ദൈവഹിതത്തിൽ നിന്ന് നാം അകന്ന് ജീവിച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ആമേൻ ഒരിക്കൽ കൂടി ബുദ്ധി ഉപദേശിക്കുക. ഈ തിരുവചന കേൾവിയിൽ നിൽക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ദൈവാത്മാവ് നിങ്ങളോട് ഇന്ന് പകൽ വേണമെങ്കിൽ ആലോചന വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പിന്മാറി പിന്നെ തിരിച്ചു വരുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആമേൻ മാനസാന്തരത്തിലേക്ക് മടങ്ങി. പഴയ പ്രവർത്തികൾ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു, എന്നാൽ നീ അറിഞ്ഞ് ചെയ്തുവെങ്കിലും ഇന്ന് കർത്താവിനോട് ചോദിക്കേ, ദൈവമേ സംഭവിച്ചു പോയി, തെറ്റെനിക്ക് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ ക്രിസ്തുവിന്റെ ആമേൻ ഇഷ്ടത്തിന്, വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഞാൻ ജീവിച്ചു കൊള്ളാം. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരു മാനസാന്തരത്തിന്റെ പുതുക്കത്തിലേക്ക് മടങ്ങി വരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മനുഷ്യനെ അതിന്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതു മനുഷ്യനെ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇത്രയും സമയം തിരുവചനത്തിന്റെ മുൻപിലായിരിക്കാൻ ദൈവം ഇടയാക്കില്ലോ. പ്രിയപ്പെട്ടവരെ, ഇതനേകരൻ ഹല്ലേലൂയ ഈ തിരുവചന സത്യങ്ങൾ അറിഞ്ഞിട്ടും ദൈവ വഴിവിട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് എങ്ങനെ മടങ്ങി വരണമെന്ന് അറിയില്ല. ആമേൻ. പാപം അവരെ കാർന്നു തിന്നിട്ട് കുറ്റബോധത്താൽ അവരുടെ മനസ്സലയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ തിരുവചനത്തിന്റെ ആഴങ്ങൾ അവരോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടട്ടെ. മടങ്ങി വരവിന്റെ കാലം അടുത്തിരിക്കുക. കൊക്കുമീവൽ പക്ഷിയും അതിന്റെ ആമേൻ മടങ്ങി വരവിന്റെ കാലം അറിയുന്നുണ്ട്, ജനം അറിയുന്നില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി. ആകയാൽ അവന്റെ വരവിനായി ഒരുങ്ങുവാൻ വിശുദ്ധിയോടെ നമുക്ക് മുന്നേറാം. ഇതുമകൽ കർത്താവെ, ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തിയേൽപ്പിക്കട്ടെ. അങ്ങയോട് അനുരൂപപ്പെട്ട് അങ്ങയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഈ മനുഷ്യരാകുന്ന
ഞങ്ങളുടെ സാൻമാർഗീയ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ കഴിവിനെയും ഞങ്ങളുടെ ഗുണത്തെയും ദോഷത്തെയും പലപ്പോഴും വിവേചിച്ചറിയുവാൻ കഴിയാതെ ഹല്ലേലൂയ സൃഷ്ടാവിനോട് എതിർത്ത് ആമേൻ വേണ്ടവണ്ണം സൃഷ്ടാവിനോട് സംസർക്കം പുലർത്തുവാൻ കഴിയാതെ ജീവിച്ചങ്ങിൽ നകന്നു പോയ ആ നല്ല ദാനങ്ങളെ ആസ്വദിച്ചിട്ട് പിൻപാറിപ്പോയ അനേകായിരങ്ങൾ ഉണ്ടപ്പാ. ഈ തിരുവചനം കേൾക്കുമ്പോൾ ദൈവമേ, പഴയതിനെ വിട്ടിട്ട് പുതിയതൊന്ന് പ്രാപിച്ചെടുക്കുവാൻ, പുതിയ മനുഷ്യനെ ധരിക്കുവാൻ അങ്ങ് അവരുടെ ഉള്ളത്തോട് ഇടപെടണമേ. ഞങ്ങളിലുമുള്ള സകല വലുത് ചെറുതുമായ കുറ്റങ്ങളെ കുറവുകളെ ക്ഷമിച്ച് കർത്താവ് ഇതിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇതുവരെയും തിരുവചനത്തിന്റെ മുൻപിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നിങ്ങൾ സദയം ഹല്ലേലൂയ ക്ലാസ്സിൽ പങ്കെടുത്തതിനായിട്ട് സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ഈ തിരുവചനം പല മീഡിയകളിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ജീവിതം വേർതിരിക്കെ ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുവാൻ മറക്കരുത്. ലൈക്കിന് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. മാത്രമല്ല ദൈവമക്കളെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ ദൈവാത്മാവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് ലഭിക്കും. തുടർന്നും നിങ്ങൾക്ക് വചന പഠനത്തിന് അനുഗ്രഹമായി മാറും. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ താണിരിക്കുന്നു. ഇതുവരെയും എന്നോട് കാണിച്ച സ്നേഹത്തിനും തന്ന പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരും. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.